ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്നത്തെ നമ്മളുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 34 അധ്യായം 5 വാക്യം. സങ്കീർത്തനങ്ങൾ 34 5 വാക്യം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദാവീദിന്റെ ഒരു സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്. ദൈവത്തിലേക്ക് നോക്കുന്നവരുടെ മുഖം പ്രകാശിതരാവും, അവർ ലജ്ജിക്കുകയില്ല. ദാവീദിന്റെ ജീവിതത്തിനകത്ത് എപ്പോഴൊക്കെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കുമ്പോഴും ആ സമയങ്ങളിൽ ദാവീദിന്റെ ജീവിതത്തിനകത്ത് ദൈവം തൻ്റെ പ്രാർത്ഥന കേട്ട് ഒരു അനുഗ്രഹമായിട്ട് പല കാര്യങ്ങളിലും ഒരു വിടുതൽ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. താൻ ദൈവത്തോട് കഷ്ടകാലങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ മുഖം പ്രകാശിത പൂരിതമായി മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം പ്രാർത്ഥനകളിൽ ദാവീദിന് ദൈവം ഉത്തരം തരുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അവങ്കലേക്ക് നോക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർ. അവരുടെ മുഖം ലജ്ജിക്കുകയില്ല. അവർക്ക് ദൈവം വിടുതലുകൾ കൊടുക്കും. അവന്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കണം പ്രാർത്ഥനയിലൂടെ. അവന്റെ മുഖത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കർത്താവായ യേശുക്രിസ്തു ഇല്ല, നമ്മളിൽ വസിക്കുന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നാൽ പണ്ട് കാലത്ത് 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ കർത്താവ് ഇല്ലെങ്കിലും അവന്റെ ആത്മാവ് നമ്മളോട് മേലുണ്ട്. അപ്പോൾ അവങ്കിലേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ അരികിൽ കർത്താവിലേക്ക് നമുക്ക് നോക്കാൻ കഴിയുന്നില്ല എങ്കിലും നമുക്ക് പ്രാർത്ഥനയിലൂടെ ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുഖത്തെ നമുക്ക് അന്വേഷിക്കാം. അതോടെ നമ്മൾ പിതാവിലേക്ക് നോക്കുവാൻ കഴിയും. പ്രാർത്ഥനയാണ് ദൈവത്തിന്റെ മുഖത്തേക്ക് നമ്മളെ നോക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ, അവന്റെ അടുക്കലേക്ക് പ്രാർത്ഥനകൾ കൊണ്ടുവന്ന് നമ്മൾ അവനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നാണ്, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. കാരണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ പ്രാർത്ഥനകൾക്ക് വിടുതൽ തന്ന് നമ്മളുടെ ശത്രുക്കളുടെ മുൻപിൽ നമുക്ക് ലജ്ജ മാറ്റി വിജയം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് അവന്റെ മുഖം അന്വേഷിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുന്നവനാണ് ദൈവം. നമുക്കറിയാം, വചനം നമ്മൾ പഠിക്കുമ്പോൾ പല കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നോഹ എന്ന നീതിമാനായ വ്യക്തിയാണ്. നോഹയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ജലപ്രളയം വരും, അതുമൂലം ഒരു വലിയ പെട്ടകമുണ്ടാക്കുവാൻ നോഹയോട് ദൈവം കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നോഹ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നീതിമാനായ ഒരു വ്യക്തിയാണ് നോഹയും തന്റെ കുടുംബവും എന്ന് പറയുന്നത്. നോഹ എല്ലായ്പ്പോഴും ദൈവത്തിങ്കലേക്ക് നോക്കി നീതിമാനായി ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അന്ന് കാലത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും അന്ന് കാലത്ത് തെറ്റി ദൈവവചനത്തിൽ നിന്നും വിരുദ്ധമായി മാറിപ്പോയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ മനുഷ്യരെല്ലാം ദൈവത്തിന്റെ കോപത്തിൽ പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ അവരുടെ ഇടയിലെല്ലാം പ്രകാശിത പൂരിതമായ ജീവിതം നയിച്ചൊരു വ്യക്തിയായിരുന്നു നോഹ, അതോടൊപ്പം തന്നെ കുടുംബവും. നോഹ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചതായിരുന്നു. അങ്ങനെ ഈ വലിയ ജലപ്രളയത്തെക്കുറിച്ച് നോഹയ്ക്ക് ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവകൽപ്പന പ്രകാരം നോഹ ഒരു വലിയ പെട്ടകം പണിഞ്ഞു. അന്ന് കാലത്ത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, വലിയ ജലപ്രളയം വരും. അതുകൊണ്ട് നമുക്ക് മനസ്സിലാകും 40 പകലും 40 രാവും മഴ പെയ്യുന്നൊരു അനുഭവത്തിലേക്ക് മാറും. അങ്ങനെ ഈ വെളിപാട് നോഹയ്ക്കുണ്ടായിരുന്നു.
നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രവചനത്തെ നോഹ തള്ളിക്കളയുന്നില്ല. ദൈവത്തിന്റെ മുഖത്തേക്ക് നോഹ നോക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അങ്ങനെ ദൈവത്തിലേക്ക് നോക്കി ആ ദൈവത്തിന്റെ പ്രവചനങ്ങളെ കൈക്കൊണ്ടു. അവന്റെ മുഖം ആ ദൈവത്തിൽ നിന്നും മാറിയില്ല. എന്നാൽ മറ്റു മനുഷ്യരുടെ ഒരുപക്ഷെ നോഹ പറഞ്ഞു കാണും, ജലപ്രളയം വരും, നാശം വരും, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഈ പെട്ടകത്തിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒരുപക്ഷെ നോഹ മറ്റുള്ളവരോട് അന്ന് ഉപദേശിച്ചു കാണും. പക്ഷേ ആരും അതിന് തയ്യാറായില്ല. എല്ലാവരും ദൈവത്തിൽ നിന്നും അകന്നുപോയ ഒരു അനുഭവത്തിലൂടെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാത്ത കുറെ മനുഷ്യരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്ന നോഹയുടെ ആ ഉപദേശത്തെ ഒരുപക്ഷെ ആരും സ്വീകരിക്കാത്ത ഒരു അനുഭവത്തിൽ അന്നത്തെ മനുഷ്യരെല്ലാം കടന്നുപോയേക്കാം. തന്റെ സൃഷ്ടാവായ ദൈവത്തെ മറന്ന് മ്ലേച്ഛമായ അനുഭവത്തിലൂടെ കടന്നുപോയ അനേക ജനങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ മധ്യത്തിൽ നോഹയും കുടുംബവും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്നവരായിരുന്നു. അതുപോലെ പിന്നീട് നോഹ അങ്ങനെ പെട്ടകം പണിയുകയും വലിയ ജലപ്രളയം ഉണ്ടാകുകയും ചെയ്തു. അങ്ങനെ ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹ തന്റെ കുടുംബത്തെയും അതുപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും എല്ലാത്തിനെയും രണ്ടു വീതം ഈ പെട്ടകത്തിനകത്ത് കയറ്റി. അങ്ങനെ പിന്നീട് ദൈവം പെട്ടകത്തിന് വാതിലടച്ച് പിന്നീട് വലിയ മഴ പെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. അങ്ങനെ ജലപ്രളയമുണ്ടായി. അങ്ങനെ നോഹയും കുടുംബവും ആ ജലപ്രളയത്തിനകത്ത് ആ വലിയ കഷ്ടതയിൽ നിന്നും ആ ജലപ്രളയത്തിൽ നിന്നും ഒരു വലിയ രക്ഷയുടെ അനുഭവത്തിൽ ആ പെട്ടകത്തിലൂടെ നോഹയും കുടുംബവും രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന്റെ മുഖം അന്വേഷിച്ച് നോഹ എന്ന് പറയുന്നത് ലജ്ജിച്ചില്ല. എന്നാൽ നോഹ ആ പെട്ടകം പണിയപ്പോൾ ഒരുപക്ഷെ മറ്റു ചിലർ പരിഹസിച്ചു കാണാം, ഇവൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, ഈ അവസ്ഥയിൽ എങ്ങനെ മഴ വരും, ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ല എന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് ഭാവനയിൽ ചിന്തിക്കാം. മറ്റുള്ളവർ ഒരുപക്ഷെ നോഹയെ പരിഹസിച്ചാണ്, ദൈവമുഖം അന്വേഷിച്ചു കാണത്തില്ല. എന്നാൽ ജലപ്രളയം ഉണ്ടായപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, മനുഷ്യർ ലജ്ജിക്കുന്ന അനുഭവത്തിൽ അവർ ആ ജലപ്രളയത്തിൽ അവരുടെ മ്ലേച്ഛത മൂലം നശിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ കാണുന്നത് ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാത്ത മനുഷ്യർ ലജ്ജയുടെ അനുഭവത്തിൽ കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ജലപ്രളയത്തിൽ ഒരു വലിയ നാശമുണ്ടായി, ലോകം നശിക്കപ്പെട്ടു. ആ പെട്ടകത്തിൽ കയറിയ നോഹയും കുടുംബവും അതുപോലെ തന്നെ എന്തെല്ലാം ജീവികൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു അത് മാത്രം രക്ഷപ്പെട്ട് പിന്നീട് ഈ പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറയ്ക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്താണ് ഇവിടെ കാണുന്നത്? ദൈവമുഖം അന്വേഷിച്ച നോഹയും കുടുംബവും മാത്രം രക്ഷപ്പെട്ടു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കാണുവാൻ സാധിക്കുന്ന, അവന്റെ മുഖം നോക്കാത്തവരെ മരണത്തിലൂടെ ഒരു ലജ്ജയുടെ അനുഭവത്തിൽ, നാശത്തിന്റെ അനുഭവത്തിൽ കാണുന്ന കുറെ മനുഷ്യരെയാണ് നമുക്ക് കാണുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ കുറിവാക്യമായിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ദൈവമുഖം അന്വേഷിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. ദൈവമുഖം അന്വേഷിക്കുന്നവരെ ദൈവം പ്രകാശിപ്പിച്ച് അവരുടെ മുഖത്തെ പ്രകാശിത പൂരിതമാക്കും. ഇതുപോലെയാണ് ഇന്ന് നമ്മളോട് അനേക ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനം വഴി നമ്മൾ സംസാരിക്കുന്നത്. രക്ഷ എന്ന് പറയുന്ന പെട്ടകം, ആ പെട്ടകം കാണിക്കുന്നത് എന്താണ്? സ്വർഗസ്ഥനായ ദൈവത്തിന്റെ ഒരു ഭവനത്തെയാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ ഒരു നിഴലാണ് രക്ഷയുടെ പെട്ടകം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഭൂമിയിൽ അനേക ദൈവദാസന്മാർ പറയുന്നൊരു കാര്യമുണ്ട്, ആ പെട്ടകത്തിനൊരു വാതിലുണ്ടെങ്കിൽ ആ വാതിലിനെ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഉപമിക്കുകയാണ് നമ്മൾ. കാരണം ആ പെട്ടകം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ ഒരു നിഴലാണെങ്കിൽ, ആ പെട്ടകത്തിനകത്തേക്ക് കയറണമെങ്കിൽ ആ വാതിലായ ക്രിസ്തുവിൽ കൂടെ ഇന്ന് നമുക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ
കർത്താവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് കയറാൻ സാധിക്കൂ, അല്ലെ പിതാവിലെ അടുക്കലേക്ക് നമുക്ക് കയറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വർഗം എന്ന് പറയുന്ന ഒരു പെട്ടകം, ആ പെട്ടകം ഈ ലോകത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ ലോകത്തിലുള്ള ലൗകികമായ മനുഷ്യർക്ക് ആ പെട്ടകത്തിനകത്തേക്ക് കയറുവാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് നാശത്തിലേക്ക് പതിക്കും. അതുകൊണ്ട് അതിൻ്റെ വാതില് എന്ന് പറയുന്നത് ഒരു രക്ഷയുടെ വാതിലാണ്. ആ വാതിലിലൂടെ പെട്ടകത്തിനകത്ത് കയറിയവർ മാത്രം രക്ഷപ്പെട്ടു. അത് നോഹയും തന്റെ കുടുംബവുമായിരുന്നു. അവിടെയുള്ള ചില ജീവികളായിരുന്നു. അതിൻ്റെ അകത്ത് കയറാത്തതെല്ലാം നശിച്ചുപോയി. ഇവിടെ കാണുന്നത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് ഒരു പെട്ടകത്തിനോട് ഉപമിക്കുന്നു എങ്കിൽ അതിൻ്റെ വാതിൽ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൽ കൂടെ മാത്രമേ ആ സ്വർഗരാജ്യം എന്ന് പറയുന്ന പെട്ടകത്തിനകത്തേക്ക് നമുക്ക് കടന്നു പോകുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ പല യുദ്ധത്തിന്റെ കെടുതികളും പല അവസ്ഥകളും പല ക്ഷാമവും രോഗവുമുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ് ഭൂമി. ജലപ്രളയത്തിന്റെ അനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഏതിൻ്റെയും മധ്യത്തിൽ ആ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന വാതിലിലൂടെ നമ്മൾ കടക്കുന്നു എങ്കിൽ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ വചനപ്രകാരമുള്ള കൽപ്പനകൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്നു എങ്കിൽ നമുക്ക് ആ ക്രിസ്തു എന്ന വാതിലിലൂടെ ആ സ്വർഗരാജ്യം എന്ന് പറയുന്ന പെട്ടകത്തിനകത്തേക്ക് നമുക്ക് കയറുവാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒരിക്കലും അന്ത്യനാളിൽ ലജ്ജിച്ചു പോകുകയില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമുക്കൊരവസരമുണ്ട്. ജലപ്രളയം അത് വന്നു കഴിഞ്ഞ് പെട്ടകം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും പെട്ടകത്തിനകത്ത് കയറാൻ സാധിക്കുകയില്ല. ഇവിടെ കാണുന്ന എല്ലാവരും നശിച്ചുപോയി, ലജ്ജിക്കപ്പെട്ട അവസ്ഥയിൽ വന്നു. അതുകൊണ്ട് ഇന്ന് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അനേക ദേവദാസന്മാര് ഒരു നോഹയെ പോലെ പറയുന്നുണ്ടാകാം, ഈ സ്വർഗരാജ്യം എന്ന് പറയുന്ന പെട്ടകത്തിനകത്തേക്ക് നമ്മൾ കയറണമെങ്കിൽ ആ ക്രിസ്തുവാകുന്ന വാതിലിലൂടെയാണ് നമ്മൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്നത്. ആ ക്രിസ്തു എന്ന വാതിലൂടെ നമുക്ക് ആ സ്വർഗരാജ്യത്തിൽ ഉപമിക്കുന്ന പെട്ടകത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഇത് നിരസിക്കുന്നവരുണ്ട്. യേശു ക്രിസ്തുവിനെ നിരസിക്കുന്ന അനേകരുണ്ടായിരിക്കാം. എന്നാൽ ക്രിസ്തുവിനെ നിരസിക്കുന്നവർക്ക് ആ ജലപ്രളയത്തിൽ നശിച്ചു പോയതുപോലെ അന്ത്യകാലത്ത് ലജ്ജിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ ആ ക്രിസ്തുവിലൂടെ ആ പെട്ടകത്തിന്റെ വാതിലിലൂടെ നമുക്ക് ആ സ്വർഗരാജ്യം എന്ന ആ പെട്ടകത്തിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുവാനുള്ള സമയമെന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ മാനസാന്തരപ്പെടാത്തൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഏറ്റുപറഞ്ഞു തൻ്റെ രക്തം കൊണ്ട് കഴുകി അതിനെ ശുദ്ധീകരിച്ച് നമുക്ക് ഒരു രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാൻ കഴിയും. അവങ്കിലേക്ക് നോക്കിയ ഒരു പ്രകാശിതരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അന്ത്യനാൾ വരുമ്പോൾ നമുക്ക് ഈ വാക്യം ഓർക്കുവാൻ സാധിക്കും. അനേകർ ദൈവത്തെ അറിയാതെ നോഹയുടെ വാക്ക് കേൾക്കാതെ ലോകത്തിലെ അവരുടെ അനുരൂപമായി അവരുടെ ലൗകികമായ ജീവിതം നയിച്ചു പോയപ്പോൾ അവർക്ക് നാശം വന്നെങ്കിൽ, എന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അന്ത്യനാളിൽ അവരുടെ മുമ്പിൽ നമുക്ക് രക്ഷയുടെ അനുഭവം ക്രിസ്തുവിലൂടെ മേടിക്കുവാൻ കഴിയും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് എപ്പോൾ വേണമെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവുണ്ടാകാം. ഒരുങ്ങിയിരിക്കുന്നവർക്ക് ആ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് കയറി നമ്മുടെ ജീവിതം പ്രകാശമാക്കാൻ കഴിയും. അതുകൊണ്ട് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ആ രക്ഷയുടെ അനുഭവം നമ്മളിൽ വന്ന് ആ സ്വർഗരാജ്യം എന്ന് പറയുന്ന പെട്ടകത്തിന്റെ അകത്തേക്ക് നമുക്ക് കയറുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.